go for the trip. We are going for the trip. അതെല്ലാം പോകുന്നില്ല. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മടി പിടിച്ചിരുന്നിരുന്നിരുന്ന് ഫൈനലി ഐ എം ഹിയർ ബാക്ക് വിത്ത് മൈ വ്ളോഗ്. ഇനി എപ്പോഴും ഞാൻ പുതിയ വ്ളോഗ് ഇടാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിവേ നമുക്ക് ഈ വ്ളോഗിലേക്ക് പോകാം. സോ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് ഒരു കുഞ്ഞ് ട്രിപ്പ് ഉണ്ടായിരുന്നു ടു കഗോഷിമ എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്ക്. അപ്പോൾ ഏർലി മോർണിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്. ആൻഡ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ വാസ് സോ അമേസിങ്. നമ്മളൊരു 7:15 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെടുത്ത് കോളേജിൻ്റെ മുന്നിലെത്താൻ പറ്റുന്നുണ്ടായിരുന്നു. അതും ഈ തണുപ്പ് കാലത്ത്. നിങ്ങൾ ശരിക്കും ഞങ്ങളെ സമ്മതിക്കണം, അത്രയ്ക്കും തണുപ്പായിരുന്നു. ലിറ്ററലി ലൈക്ക് ഷിവർ ചെയ്തിട്ട് നമ്മൾ പോവില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. എനിക്കൊന്നും പറ്റാത്ത അവസ്ഥയാണ് കഴിച്ചപ്പോൾ ഇവിടെ. സോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ പിന്നെ പറയണ്ടല്ലോ, കണ്ടില്ലേ എന്തൊരു അടിപൊളിയായിരുന്നു എന്നറിയോ. ഇറ്റ് വാസ് ലൈക്ക് വാവ്, ഇറ്റ് വാസ് മെസ്മറൈസിങ്. സോ ജസ്റ്റ് എൻജോയ് ദി വ്യൂ. ഓക്കെ, ഞാൻ ഈ പോകുന്ന വഴിക്കുള്ള വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഇതിനായിട്ട് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണണം, അത്ര അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് ഭാഗം മാത്രം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നും മനസ്സിലാവില്ല. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു മെമ്മറിക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ടാവണം എന്ന് തോന്നി. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള റോഡുകളൊക്കെ ആയിരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് എവിടെ നോക്കിയാലും വാവ് 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 ഇങ്ങനെ പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഓൾമോസ്റ്റ് കഗോഷിമ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്ന ആ ഒരു റൂട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓഷ്യൻ്റെ സീൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അത്രയ്ക്കും ഇതേ കണ്ടോ, ഇങ്ങനെ ഈ ഒരു സൈഡ് തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ റോഡ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. സോ നമ്മൾ എൻ്റെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മളിങ്ങനെ കറങ്ങി പോകും. അത്ര അടിപൊളിയായിരുന്നു ഇങ്ങനത്തെ ഒരു റോഡ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ വാസ് ഭയങ്കര അമേസിങ്. ഈ കാണുന്നില്ലേ ഈ ഒരു മല, ഇതുണ്ടല്ലോ, ഇതിന് സക്കുറാജിമ എന്നാണ് പറയുന്നത്. ഈ മൗണ്ടെയിനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അൺലെസ് നമ്മൾ എടുത്തുന്ന വരെ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ഫുൾ ടൈം. ബിക്കോസ് ഭയങ്കര എന്തോ ഒരു സംഭവമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റോപ്പ്, ദാറ്റ് ഈസ് സക്കുറാജിമ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വരുന്ന വഴിക്ക് മുഴുവനും ഈ ഒരു മല നോക്കിയിട്ടായിരുന്നു ഞാൻ വരുന്നുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ വോൾക്കാനോ ഗൈസ്. ക്യാൻ യു ലിറ്ററലി ബിലീവ് ഇറ്റ് ഈസ് എ വോൾക്കാനോ? ഇറ്റ് ഈസ് ആക്റ്റീവ് ഇപ്പോഴും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയണ്ടായിരുന്നില്ല. സോ ഞാൻ എൻ്റെ ഒരു സീനിയർ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ചേട്ടൻ നമ്മുടെ ലൈക്ക് ഒരു സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, സെൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നു, ഈ കാണുന്ന ഈ ഐലൻഡ് ഉണ്ടല്ലോ, ഇത് മുഴുവനും ഉണ്ടായത് ഈ സക്കുറാജിമ വോൾക്കാനോ പൊട്ടിത്തെറിച്ചിട്ടാണ്. യെസ്, പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇല്ലയെന്ന് വിശ്വസിക്കണം. എന്തായാലും ഈ ഒരു സക്കുറാജിമ പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് ഈ കാണുന്ന ഈ ഒരു ഐലൻഡ് അല്ലെങ്കിൽ ഈ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവനും അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പോയത് നമ്മൾ ഒരു പാർക്കിലേക്കാണ്. നമ്മൾ സെക്കൻഡ് സ്റ്റോപ്പ് അവിടെയായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ആ ഒരു പാർക്ക്. അടിപൊളിയല്ലേ? പ്ലസ് ഈ ഒരു വ്യൂ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ ഇന്തോജിൻ നമ്മളെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ നമ്മൾ പോയിട്ടിരുന്നിട്ട് ഫുഡ് കഴിച്ചു. കാരണം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, കൊണ്ട് വിളിക്കുന്നുണ്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ഫുഡ് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടിരുന്ന് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് വാസ് അവർ മീൽ. ആൻഡ് ഇവിടെ ഓൺസൺ ഉണ്ട്. ഓൺസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത് അതായത് ഹോട്ട് വാട്ടർ. സോ ഇവിടെ ഓൺസൺ എന്നാണ് അതിന് പറയുക. സോ അതിന് ശേഷം നമ്മൾ ഇത് ഞങ്ങളുടെ സെൻസയാണ് കേട്ടോ, അവരൊരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തു. എന്തായാലും ലെറ്റ് ഇറ്റ് ബി ഹിയർ എനിവേ. സോ അതിനുശേഷം നമ്മൾ ഒരു 12:30 ഐ ഗെസ് 12:50 ആയപ്പോൾ തന്നെ നമ്മൾ ബസ്സിനകത്ത് കയറി. നമ്മൾ നെക്സ്റ്റ് ഒരു ഫുനെയിലേക്ക്, ഷിപ്പിൽ കയറാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്.
ഓക്കെ, നമ്മളവിടെ എത്തി കേട്ടോ. അങ്ങനെ ആ ഒരു സ്റ്റോപ്പിലെത്തി. അധികമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. 5 മിനിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സിൽ വരാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അടുത്തുള്ളൊരു പാർക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിവിടെ എത്തി. നമ്മൾ നേരെ ഏറ്റവും ടോപ്പിലേക്കാണ് പോയത്. ദ വ്യൂവേഴ്സ് വാവ്, അടിപൊളി. പിന്നെ എനിക്ക് ഭയങ്കര പേടി തുടങ്ങി. കാരണം എനിക്ക് പണ്ടോട്ടേ പേടിയുള്ളതാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെള്ളം ഭയങ്കര പേടിയാണ്. അത് എനിക്കറിയില്ല എന്താണെന്ന്. വെള്ളം ഭയങ്കര പേടി. ഹൈറ്റ് തീരെ പേടിയില്ല, പക്ഷേ വെള്ളം ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പേടിയാണ്. അത് ഈ പച്ച കളർ വെള്ളം കാണുമ്പോൾ തന്നെ ഇങ്ങനെ പടപടപടപടാന്ന് എനിക്ക് തുടങ്ങി എൻ്റെ ഹാർട്ട്. അപ്പോൾ കണ്ടോ, ഈ വാട്ടർ കണ്ടപ്പോഴത്തേക്കും തന്നെ എനിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ഞാൻ ആ സൈഡിലേക്ക് പോകണ്ടായിരുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെയായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഫോട്ടോസും വീഡിയോസും ആണല്ലോ പ്രധാനം, ഐ മീൻ ഇമ്പോർട്ടൻറ്റ്. സോ അതിലേക്കായിരുന്നു കൂടുതൽ ശ്രദ്ധയും പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പോയത് ഈ ഒരു പ്ലേസിലേക്കാണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ക്രീച്ചേഴ്സിന് നമുക്ക് കാണാൻ പറ്റി. എനിക്ക് കാണാൻ പറ്റി ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. ബിക്കോസ് ഞാൻ ഇങ്ങനെ സീ മാമൽസ് അല്ലെങ്കിൽ ഈ വാട്ടർ ക്രീച്ചേഴ്സിനടുത്ത് വലിയ ഒരു ഇഷ്ടമുള്ള ഒരാളൊന്നുമില്ല, ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ തന്നെയാണ്. ഇതൊന്നും എനിക്ക് അങ്ങനെ വലിയ കാണാനുള്ളൊരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഇറ്റ് വാസ് ദാറ്റ് വാസ് നോട്ട് ദെയർ ഇൻ വിത്തിൻ മീ. സോ ഞാനങ്ങനെ എപ്പോഴും അതൊരു അങ്ങനെ പോകാനും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ കൊണ്ടുപോയ സ്ഥിതിക്ക് നമുക്ക് പോകണമല്ലോ. കാരണം നമുക്കിതൊരു ആസ് പെർ നമ്മുടെ ഒരു കോളേജിൻ്റെ ഒരു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ നോക്കും വേണം, ഫോട്ടോ എടുത്തിട്ട് വരും വേണം. ഇതിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് ശുദ്ധതായും അതിൻ്റെ ഹോംവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും നോക്കാതിരിക്കാൻ പറ്റില്ല, മാത്രമല്ല വായിക്കാതിരിക്കാനും പറ്റില്ല. സോ നമ്മളിതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് സ്റ്റോർ ചെയ്തിട്ടൊക്കെയാണ് വരേണ്ടതും. അപ്പോൾ എല്ലാം നോക്കി തന്നെയാണ് വന്നത്. അപ്പോൾ എല്ലാം ഇതിനോടും കുറച്ചൊരു ഇഷ്ടം തോന്നി, എങ്കിലും കുറച്ച് ബോറിങ്ങും ആയിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാവാം. പിന്നെ എനിക്ക് ഇതിൽ കുറച്ച് ഇഷ്ടപ്പെട്ടൊരു ഭാഗങ്ങളുണ്ട്. അത് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടാണ് വേറെ ഇങ്ങനെ നമുക്ക് തന്നെ ഈ ജെല്ലി ഫിഷ് ടൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എനിക്ക് കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി. അത് മാത്രമല്ലാതെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഡോൾഫിൻ ഷോ തന്നെയാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇവിടെ ഏത് കോർണറിൽ നോക്കിയാലും നമുക്കിങ്ങനെ വാവ്, ഇവരെങ്ങനെയല്ലേ ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചിന്തിച്ചു പോകും നമ്മൾ. അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ സംഭവം നമുക്ക് തോന്നില്ല, പക്ഷെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ലൈക്ക് വാവ്, അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെ ഞാൻ ടി വിയിൽ നാട്ടിലിരുന്ന് കാണുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ എനിക്ക് ജപ്പാനിൽ വരാൻ പറ്റും അല്ലെങ്കിൽ ഇതൊക്കെ ഇരുന്ന് കാണാൻ പറ്റും ലൈഫിൽ എന്തെങ്കിലും ഇതൊക്കെ ഞാൻ ഇരുന്ന് കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ബട്ട് ഐ എം ഹിയർ ആൻഡ് ഐ ഫീൽ സോ ബ്ലെസ്ഡ് നൗ ടു സീ ഓൾ ദീസ് തിങ്സ് ആൻഡ് ടു എക്സ്പീരിയൻസ് ഓൾ ദീസ് തിങ്സ്. സോ അതിനുശേഷം ഈ ഡോൾഫിൻ ഷോ എല്ലാം കഴിഞ്ഞതിന് ശേഷം വി ഹാഡ് ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് ആൻഡ് അതിനുശേഷം നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു 5:30 ആയപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. 3:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 2.5 hours ട്രാവൽ ഉണ്ട് കഗോഷിമ ടു മിയാസാക്കി. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ സെഷൻ. അപ്പോൾ ഡോൾഫിൻ ഷോ കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും തിരിച്ച് ബസ്സിലേക്ക് കയറി. നമ്മളൊരു 5:30 ആയപ്പോഴത്തേന് റൂമിലെത്തി. ആൻഡ് അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഗെയ്സ്. പിന്നെ എനിക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. തിരിച്ചു വരുമ്പോഴും നമ്മൾ ഈ ഒരു വഴി കൂടെ തന്നെയാണ് കേട്ടോ വന്നത്. 5:30 ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും നല്ല രീതിക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കാരണം വിൻ്റർ സീസൺ ആണല്ലോ. ഓഫ് കോഴ്സ് വി ഷുഡ് എക്സ്പെക്ട് ദാറ്റ്. സോ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും